Hi everyone, welcome back to my classroom. Today's topic is trend analysis. Previous class നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു. ഇനി ട്രെൻഡ് അനാലിസിസ്. What is trend analysis? What is the meaning of trend analysis? It provides a means to analyze companies' data over a period of time by focusing on changing specific line items within the income statement and balance sheet. Changes are typically measured in percentages. In short, comparing the past data over a period of time with a base year is called trend analysis. ട്രെൻഡ് അനാലിസിസിൽ നമ്മൾ ട്രെൻഡാണ് അനലൈസ് ചെയ്യുന്നത്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലെയോ ബാലൻസ് ഷീറ്റിലെയോ ചില ഐറ്റംസ്, സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് ഏതിൻ്റെ ട്രെൻഡാണോ നമുക്ക് അറിയേണ്ടത്, സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് എടുത്ത് നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ സെയിൽസ്, പ്രോഫിറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമുക്ക് സ്റ്റോക്ക്, അതൊക്കെ മാത്രം എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ട്രെൻഡ് അനലൈസ് ചെയ്യാവുന്നതാണ്. ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രെൻഡ് അനാലിസിസ് ചെയ്യാം. ട്രെൻഡ് അനാലിസിസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ഇയർ ബേസ് ഇയർ ആയിട്ട് എടുക്കുക. ബേസ് ഇയറിലെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഓരോ ഐറ്റമാണ് നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു 3 ഇയേഴ്സിലെ ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് ഇയറോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ബേസ് ഇയർ ആയിട്ട് എടുക്കുക. അതല്ലെങ്കിൽ ഫസ്റ്റത്തെ ഇയർ ബേസ് ഇയർ ആയിട്ട് എടുത്ത് എന്ത് ചെയ്യുക, 2018 ഇൻഫർമേഷൻ ഉണ്ട്, 19 20 എന്ന് വിചാരിക്കുക. 18 നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുത്തു. 19 സെയിൽസ് ബേസ് ഇയറിലെ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുക. ഓക്കെ, അതേപോലെ 20 സെയിൽസ് ബേസ് ഇയറിലെ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുക. ലൈക്ക് ദാറ്റ്. പ്രോഫിറ്റ് ആണെങ്കിലും ഓരോ വർഷത്തെ പ്രോഫിറ്റും ബേസ് ഇയറിലെ പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അങ്ങനെ നമുക്ക് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ പറ്റും. ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ട്രെൻഡ് അനലൈസ് ചെയ്യുക. ഓക്കെ, what are the objectives of trend analysis? It helps to make a comprehensive and comparative study of financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് കുറച്ചുകൂടെ കോംപ്രഹെൻസീവായിട്ട് കമ്പാരറ്റീവായിട്ടൊരു സ്റ്റഡി നടത്താൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ടു ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് പ്രോഫിറ്റബിലിറ്റി പൊസിഷൻ. നമുക്ക് വേണ്ട ഐറ്റംസ് മാത്രം കമ്പയർ ചെയ്ത് നമുക്ക് ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിനാൻഷ്യൽ പൊസിഷനും പ്രോഫിറ്റബിലിറ്റി പൊസിഷനും ഒക്കെ കറക്റ്റായിട്ട് ബെറ്ററായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ടൂളായിട്ട് നമുക്ക് ഈ ട്രെൻഡ് അനാലിസിസിനെ എടുക്കാവുന്നതാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ ട്രെൻഡ് ഓർ ഡിറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. കുറച്ച് കാലത്ത് അല്ലെങ്കിൽ ഒരു 2-3 വർഷത്തെ ഡാറ്റ എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ സെയിൽസിൻ്റെ ടേൺ ഓവർ മാത്രം നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിറക്ഷൻ എങ്ങോട്ടാണ്, കൂടുകയാണോ കുറയണോ ചെയ്യണത്, അതിൻ്റെ ആ ഒരു ട്രെൻഡ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി what are the methods of trend analysis? There are 3 methods: trend percentage, trend ratio, graphic method. Out of these methods, trend ratios are most widely used method. ട്രെൻഡ് അനാലിസിസിൽ നിങ്ങൾക്ക് 3 മെത്തേഡ് ഉണ്ട് ശരിക്കും. ട്രെൻഡ് പെർസെൻറ്റേജും ഉണ്ട്, ട്രെൻഡ് റേഷ്യോ ഉണ്ട്, ഗ്രാഫിക് മെത്തേഡും ഉണ്ട്. പക്ഷേ ട്രെൻഡ് പെർസെൻറ്റേജ് ആണ് വളരെ പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്നത്, വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതും ട്രെൻഡ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രം പഠിക്കുക. എന്താണ് ട്രെൻഡ് അനാലിസിസിൻ്റെ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, അതെല്ലാം പഠിക്കണം. കൂടെ പ്രോബ്ലം വരികയാണെങ്കിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് പ്രോബ്ലം വരിക. ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് വരാറുള്ളത് കേട്ടോ. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. ഇനി ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സെലക്ട് എ ബേസ് ഇയർ. ഒരു ബേസ് ഇയർ സെലക്ട് ചെയ്യുക. ജനറലി ദ ഫസ്റ്റ് ഇയർ ഈസ് ടേക്കൺ ആസ് ബേസ് ഇയർ. നേരത്തെ മീനിങ് പറയുമ്പോൾ പറഞ്ഞില്ലേ, ബേസ് ഇയർ സെലക്ട് ചെയ്യുക. അത് പ്രോബ്ലത്തിൽ തന്നിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ബേസ് ഇയർ ആയിട്ട് എടുക്കുക. ഓക്കെ, സെക്കൻഡ് വൺ, ടേക്ക് ദ ഫിഗേഴ്സ് ഓഫ് ബേസ് ഇയർ ആസ് 100. ബേസ് ഇയറിലെ എല്ലാ ഫിഗേഴ്സും 100 ആയിരിക്കും പെർസെൻറ്റേജ്. കാരണം നമ്മൾ ഓരോ ഇയറിലെ ഐറ്റം കമ്പയർ ചെയ്യുന്നത് ബേസ് ഇയറിലെ ഓരോ ഐറ്റമായിട്ടായതുകൊണ്ട് തന്നെ ബേസ് ഇയറിലെ ഓരോ ഫിഗറും 100 ആയിരിക്കും. ഓക്കെ, then calculate trend percentage in relation to the base year. Each year's figure is divided by base year's figure. എങ്ങനെയാണ് ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക? ബേസ് ഇയർ ആയിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏത് വർഷത്തെയാണോ നമ്മൾ ചെയ്യുന്നത് ആ എമൗണ്ട് ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലെ എമൗണ്ട് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, ഇനി വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ്
ട്രെൻഡ് അനാലിസിസ്. ട്രെൻഡ് അനാലിസിസിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ്, ഗുണങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇൻഫർമേഷൻ ക്യാൻ ബി പ്രസൻറ്റഡ് ഇൻ സമ്മറി ഫോം. സ്പ്രെഡായിട്ട് കിടക്കുന്ന വൈഡായിട്ട് കിടക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ സമ്മറിയാണ് എടുക്കുക. നമുക്ക് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസിന് മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സമ്മറി ഫോം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ് ട്രെൻഡ് അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഈസി മെത്തേഡ് ടു ഇൻഡിക്കേറ്റ് ഫ്യൂച്ചർ ട്രെൻഡ്. അതുപോലെ നമുക്ക് ട്രെൻഡ് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്രാഫ് നോക്കിയാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് ഫ്യൂച്ചർ ട്രെൻഡ്, ഭാവിയിൽ എന്തായിരിക്കാം, ഇതിൻ്റെ ഒരു പോക്ക് കണ്ടു കഴിഞ്ഞാൽ, ഈ ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൽ എന്തായിരിക്കാം, ഫ്യൂച്ചറിൽ എന്തായിരിക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചാൻസ് ഓർ എറേഴ്സ് ആർ ലോ. തെറ്റ് വരാൻ, മിസ്റ്റേക്ക് വരാൻ ചാൻസ് വളരെ കുറവാണ് ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് അന്ന് കിട്ടാം. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് ട്രെൻഡ് അനാലിസിസ്. ദർ മേ ബി നോ നോർമൽ ബേസ് ഇയർ. ശരിക്കും ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ ഒരു ബേസ് ഇയർ ആയിട്ട് എടുത്ത് ചെയ്യുകയാണെന്ന് പറഞ്ഞു അല്ലേ. ശരിക്കും ബേസ് ഇയർ എന്ന് പറയുന്നത് എടുക്കുന്നത് സിസ്റ്റമാറ്റിക് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ബേസിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലൊന്നും അല്ല. അതുകൊണ്ട് തന്നെ നോർമലി ഒരു ബേസ് ഇയർ ഇല്ല, അങ്ങനെ ഒരു ബേസ് ഇയർ എന്ന് പറയുന്ന സംഭവം ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാണ്, തന്ന ഇൻഫർമേഷനിൽ അല്ലെങ്കിൽ ഏതാണോ ഫസ്റ്റത്തെ ഇയർ ആയിട്ട് എടുക്കുന്നത്, എത്ര വർഷത്തെ ഡാറ്റയാണോ അനലൈസ് ചെയ്യുന്നത്, അതിൽ ഫസ്റ്റ് ഇയർ അങ്ങോട്ട് ബേസ് ഇയർ ആയിട്ട് എടുത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നോർമൽ ബേസ് ഇയർ ഇല്ല ശരിക്ക്. ട്രെൻഡ് റേഷ്യോ ഓഫ് ദി സിംഗിൾ ഐറ്റം ഹാസ് നോ സിഗ്നിഫിക്കൻസ് അൺലെസ് ഇറ്റ് ഈസ് കമ്പയർഡ് വിത്ത് ട്രെൻഡ് റേഷ്യോ ഓഫ് റിലേറ്റഡ് ഫിഗേഴ്സ്. ഓരോ സിംഗിൾ ഐറ്റം എന്താ പറയുക, നമ്മൾ ട്രെൻഡ് പെർസെൻറ്റേജുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇൻഫ്ലേഷണറി സിറ്റുവേഷനിൽ ഇതത്ര നല്ലതല്ല. എന്ന് വെച്ചാൽ പ്രൈസ് ലെവൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ വാല്യൂവിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടാകും. ആ പ്രൈസ് ലെവൽ ചേഞ്ചസിൽ വന്നിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഒന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല, അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് അത്ര തന്നെ ആക്യുറേറ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓരോ സിംഗിൾ ഐറ്റമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രെൻഡ് റേഷ്യോയിൽ പെർസെൻറ്റേജ് കാണിക്കുന്നത്. അത് അത്ര പ്രാധാന്യം ഉള്ളതും അല്ല. ഓക്കെ, ഇനി ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഇപ്പോൾ ട്രെൻഡ് അനാലിസിസിൻ്റെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, മെറിറ്റ്, അതേപോലെ ലിമിറ്റേഷന് ഒക്കെ പറഞ്ഞു അല്ലേ. ഇതിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ട്രെൻഡ് അനാലിസിസ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും അഡ്വാൻറ്റേജും നന്നായി പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ട്രെൻഡ് പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്കിവിടെ നോക്കാം. ഫ്രം ദി ഫോളോയിങ് കാൽക്കുലേറ്റ് ട്രെൻഡ് പെർസെൻറ്റേജ്. ഫസ്റ്റ് വൺ റവന്യൂ ഫ്രം ഓപ്പറേഷൻ അതർ ഇൻകം എക്സ്പെൻസസ്. 3 ഇയറിൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇൻ തൗസൻഡ്സിലാണ്. 2017-18, 18-19 ആൻഡ് 19-20. ഇവിടെ പ്രോബ്ലത്തിലൊന്നും പറയുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയർ 2017-18 ബേസ് ഇയർ ആയിട്ട് എടുക്കാം. ട്രെൻഡ് അനാലിസിസ് ഹെഡിങ് കൊടുത്തു, ഈ കമ്പനി നെയിം കൊടുത്തു, ഫസ്റ്റ് പെർട്ടിക്കുലേഴ്സ് കോളം ഐറ്റംസ് എഴുതാൻ കൊടുത്തു. എത്ര ഇയർ ഇൻഫർമേഷൻ ഉണ്ട്, 3 ഇയർ അല്ലേ. ആ 3 ഇയറിലെ എമൗണ്ട് എഴുതാനും 3 ഇയറിലെ പെർസെൻറ്റേജ് എഴുതാനും കോളം പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 3 ഇയറിലെ എഴുതി, എമൗണ്ട് എഴുതി, പെർസെൻറ്റേജ് എഴുതാനുള്ള കോളം പ്രൊവൈഡ് ചെയ്തു. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ഫിഗേഴ്സ് നമ്മൾ ആ എമൗണ്ട് നമ്മളിവിടെ എടുത്തെഴുതണം. റവന്യൂ ഫ്രം ഓപ്പറേഷനാണ് ആദ്യം അല്ലേ, സെയിൽസ് റവന്യൂ ആയിരിക്കും. റവന്യൂ ഫ്രം ഓപ്പറേഷൻ നമ്മൾ ആദ്യം എഴുതി, അതർ ഇൻകം അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ റവന്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എക്സ്പെൻസ് ലെസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റും കിട്ടും. അപ്പോൾ വരുമാനം രണ്ടും ആഡ് ചെയ്തിട്ട് ടോട്ടൽ റവന്യൂ കിട്ടി. അതിൽ എക്സ്പെൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെത്രയാണോ ലാഭം അതും കിട്ടി. 3 കോളത്തിലും അത് ചെയ്യുക, ഫസ്റ്റത്തെ 3 കോളത്തിൽ. ഇനി ട്രെൻഡ് പെർസെൻറ്റേജ് എങ്ങനെ കാണുക നോക്കാം. ഇത് നിങ്ങൾ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 17-18 എമൗണ്ട്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെർസെൻറ്റേജ്, 18-19 എമൗണ്ട്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ എഴുതിയാലും മിസ്റ്റേക്ക് ഒന്നുമില്ല, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് 3ലും എമൗണ്ട് കൊടുത്ത് പിന്നെ 3% കോളം കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ 2017-18 നമുക്കറിയാം എല്ലാം 100 ആയിരിക്കും, കാരണം അതിലെ ഫിഗർ എടുത്തിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യണത്. അപ്പോൾ 17-18 എല്ലാ പെർസെൻറ്റേജും 100 കൊടുക്കുക കേട്ടോ. ഇനി 18-19 അവിടെയാണ് കാൽക്കുലേഷൻ വരുന്നത്.
18-19 നമുക്ക് ആദ്യം എടുക്കാം. അതിൽ രണ്ടാമത്തെ സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ സെക്കൻഡ് കോളത്തിലേക്ക് നോക്ക്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ 172 ആണ്. തൗസൻഡ്സിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. 1,72,000 ആണ് വരിക. അപ്പോൾ 72,000 ആണ് വരിക. അപ്പോൾ 172 അതിൻ്റെയാണ് പെർസെൻറ്റേജ് കാണേണ്ടത്. 172 ഡിവൈഡഡ് ബൈ റവന്യൂ ഫ്രം ഓപ്പറേഷൻ 17-18 എത്രയാണ്? 160 അല്ലേ? ഡിവൈഡഡ് ബൈ 160 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 107.5. ഓക്കെ, 107.5. അതേ റവന്യൂ ഫ്രം ഓപ്പറേഷൻ തന്നെ 19-20 എത്രയാണ് എമൗണ്ട്? 196 ആണ്. തേർഡ് കോളം നോക്കൂ. തേർഡ് കോളത്തിൽ 196 അല്ലേ? അതിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ കാണും? 196 ഡിവൈഡഡ് ബൈ ബേസ് ഇയർ 17-18 അല്ലേ? അതിൽ 160 ആണല്ലോ. 160 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100, 122.5. അപ്പോൾ ഓരോ ഇയറിലും റവന്യൂ ആണ് നമ്മൾ പെർസെൻറ്റേജ് കാണുന്നതെങ്കിൽ ബേസ് ഇയറിൽ റവന്യൂ ആയിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത് കേട്ടോ. ഇനി അതർ ഇൻകത്തിൻ്റെ കേസ് ഇതേപോലെ തന്നെയാണ്. ഫസ്റ്റ് ഇയർ 100 ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിലെ പെർസെൻറ്റേജ് നോക്കണത് ഫുൾ 100 ആയിരിക്കും. സെക്കൻഡ് ഇയറിൽ 86.67 ആണ് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെ കിട്ടിയിട്ടുള്ളത് നോക്കൂ. കാൽക്കുലേറ്റർ എടുത്ത് നോക്കുക. 18-19 78 ആണ് എമൗണ്ട്. അതർ ഇൻകം 78 ആണ്. 78 ഡിവൈഡഡ് ബൈ 90 ആണ് ബേസ് ഇയറിൽ അതർ ഇൻകം അല്ലേ? അപ്പോൾ 78 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100. അങ്ങനെയാണ് ആ പെർസെൻറ്റേജ് കിട്ടുക. അതുപോലെ 20 നോക്കിയാൽ 19-20 നോക്കൂ. 105 ആണ്. 105 ഡിവൈഡഡ് ബൈ 90 അല്ലേ ബേസ് ഇയറിൽ? ബേസ് ഇയറിൽ 90 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100, 116.67. ഓക്കെ, ടോട്ടൽ ചെയ്തു. ടോട്ടൽ നമുക്കിതുപോലെ ചെയ്യാം. ദെൻ അടുത്തത് ഏതാണ്? എക്സ്പെൻസ് ലെസ് ചെയ്യണം. 140 ആണ് ബേസ് ഇയറിലുള്ളത്. 175 ആണ് നെക്സ്റ്റ് ഇയറിലുള്ളത്. അപ്പോൾ 175 ഡിവൈഡഡ് ബൈ 140 ഇൻറ്റു 100, 125% ആണ് കിട്ടുക. അതേപോലെ 19-20 163 ഡിവൈഡഡ് ബൈ 140 ഇൻറ്റു 100, 116.43 ആണ് വരിക. എക്സ്പെൻസ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റും ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? 110 ആണ് ഫസ്റ്റ് ഇയറിൽ. അത് 100 ആയിട്ട് എടുക്കുക. 75 ആണ് നെക്സ്റ്റ് ഇയറിൽ. 75 ഡിവൈഡ് ബൈ 110 ചെയ്യുക. 138 ഡിവൈഡ് ബൈ 110 ചെയ്യുക. ഏത് ഐറ്റമാണോ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അത് ബേസ് ഇയറിലായിട്ട്. അപ്പോൾ 3 ഐറ്റം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലുള്ളൂ വിചാരിക്കുക. സെയിൽസും പ്രോഫിറ്റും സ്റ്റോക്ക് മാത്രമാണ് വിചാരിക്കുക. അപ്പോൾ ട്രെൻഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബേസ് ഇയറിലെ ഓരോ ഐറ്റം സെയിൽ ഒരൈറ്റം സെയിലാണ്. ബാക്കിയുള്ള വർഷത്തെ സെയിലൊക്കെ ഈ ബേസ് ഇയറിലെ സെയിലുമായിട്ട് കമ്പയർ ചെയ്യുക. അടുത്ത പ്രോഫിറ്റാണ്. എല്ലാ വർഷത്തെ പ്രോഫിറ്റും ബേസ് ഇയറിലെ പ്രോഫിറ്റായിട്ട് കമ്പയർ ചെയ്യുക. ഇനി നമുക്ക് സ്റ്റോക്ക് കമ്പയർ ചെയ്യണമെന്ന് വിചാരിക്കുക. എല്ലാ വർഷത്തെ സ്റ്റോക്കും ബേസ് ഇയറിലെ സ്റ്റോക്കായിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെയാണ് പെർസെൻറ്റേജ് കാണേണ്ടത് കേട്ടോ. മറ്റേതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലമായിട്ട് കമ്പയർ ചെയ്തിട്ട് നോക്കുക. അതിന് ഡിഫറൻസ് എന്താണെന്നുണ്ട് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് പഠിക്കുക. അല്ലെങ്കിൽ മൂന്നും കൂടെ കൺഫ്യൂഷനാവും. കമ്പാരറ്റീവും കോമൺ സൈസും ട്രെൻഡും ഒക്കെ കമ്പയർ ചെയ്ത് നമ്മൾ ചെയ്യുകയാണ്. ഫസ്റ്റത്തേൽ നമ്മൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, എത്രയാണ് കൂടിയത് എത്രയാണ് കുറഞ്ഞെന്നുള്ളത് നമ്മൾ നോക്കിയത് അല്ലേ. നെക്സ്റ്റിൽ നമ്മൾ നല്ല ബേസ് എടുത്തു. ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ ടോട്ടലായിട്ട് കമ്പയർ ചെയ്തു, സെയിൽസുമായിട്ട് കമ്പയർ ചെയ്തു ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ. പക്ഷേ ട്രെൻഡ് അങ്ങനെയല്ല. ട്രെൻഡ് സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റംസ് തന്നു കഴിഞ്ഞാൽ ഏത് ബേസ് ഇയർ ആണോ ബേസ് ഇയറിലെ ഓരോ ഐറ്റമായിട്ട് നമ്മൾ അതാത് ഐറ്റം തന്നെയാണ് സെയിൽസ് കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് കൊണ്ട് തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇൻകം കൊണ്ട് തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. എക്സ്പെൻസ് കൊണ്ട് തന്നെയാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ എടുക്കുമ്പോൾ ബേസ് ഇയറിലെ എമൗണ്ട് ആയിട്ടാണ് കമ്പയർ ചെയ്യാമെന്ന് മാത്രം. അങ്ങനെ ഡിഫറൻസ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കുക, സ്ട്രെസ് ചെയ്ത് പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഇപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം തീർച്ചയായിട്ടും എക്സാമിന് ചോദിക്കും. ഏതെങ്കിലും 2 എണ്ണം ഷുവറാണ്. ട്രെൻഡ് പെർസെൻറ്റേജ് എന്തായാലും ചോദിക്കും. പിന്നെ കോമൺ സൈസോ അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ആയിരിക്കാം ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ അത് നെഗ്ലക്റ്റ് ചെയ്യരുത്, ഒഴിവാക്കരുത്. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.